നാണയങ്ങൾ ശേഖരിക്കുക, അപൂർവമായ കറൻസികൾ ശേഖരിക്കുക, ഇതൊക്കെ പലർക്കും ഇഷ്ടമുള്ള വിനോദമാണ്. പക്ഷേ അത്യപൂർവമായ നാണയങ്ങളുടെയും കറൻസികളുടെയും ഒക്കെ ഒരു അന്താരാഷ്ട്ര പ്രദർശനം അത് അപൂർവമാണ്. സൗദി അറേബ്യയാണ് ഇത്തവണ ഇങ്ങനെയൊരു മേള സംഘടിപ്പിച്ചത്. ജിദ്ദയിലെ തഹലിയ സ്ട്രീറ്റിന്റെയും സിത്തീൻ റോഡിന്റെയും അടുത്ത് സെറാഫി മെഗാമാൾ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വാണിജ്യ വിനിമയങ്ങളുടെ മുദ്രകളുടെ പ്രദർശനമാണ് ഇവിടെ. സൗദി ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയാണ് അന്താരാഷ്ട്ര കറൻസി ആൻഡ് കോയിൻസ് എക്സിബിഷൻ ഒരുക്കിയത്. കാലവും ചരിത്രവും സംസ്കാരവും വ്യാപാര വാണിജ്യ ബന്ധങ്ങളും പറഞ്ഞു തരുന്നതാണ് ഓരോന്നും. ഇന്ത്യയുടെ ഓട്ടണം മുതൽ ലോകത്ത് ഓരോ കാലത്തും ഓരോ ദേശത്തും പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളും കറൻസികളും സന്ദർശകർക്ക് മുന്നിൽ എത്തി. സൗദി അറേബ്യ വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച കറൻസികൾ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. സ്വർണ്ണ നിറത്തിലുള്ള കറൻസികളടക്കം ഇക്കൂട്ടത്തിലുണ്ട്. ഇത് 2500 വർഷം പഴക്കമുള്ള കോയിനാണ്. ഏകദേശം 10,000 റിയാലിന്റെ മേലെ വരുന്നതാണ്. അതുപോലെ തന്നെ 1500 വർഷം പഴക്കമുള്ള കോയിനാണിത്. ഇത് ഗോൾഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോയിനാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യത്തെ ആദ്യത്തെ എഡിഷൻ, ഫസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള കറൻസിയാണ് ഈ കാണുന്നത്. ഇതിപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 7000 മുതൽ 10000 റിയാൽ വരെ വില വരുന്നുണ്ട്. സൗദി ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയിലെ ഏക ഇന്ത്യക്കാരനും മലയാളിയുമായ മലപ്പുറം കടലുണ്ടി നഗരം സ്വദേശി PN അബ്ദുൾ അസീസ് എന്ന അസീസ് കടലുണ്ടിയാണ് എക്സിബിഷൻ കോർഡിനേറ്റർ. അബ്ദുൾ അസീസിന്റേതായും വമ്പൻ ശേഖരം മേളയിലുണ്ട്. സൗദി അറേബ്യയുടെ പൗരാണിക കോയിൻസുകൾ, പുരാണമായിട്ടുള്ള കോയിൻസുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഇത്. ഫോട്ടോ ആണ് ഇതിന്റെ പിറകിലെല്ലാം കാണുന്നത്. ഇതുപോലെ ഇത് ഒരു ഹലാലയാണ്. ഇതിനേക്കാൾ കൂടുതൽ പഴക്കമുള്ള 100ഉം 200ഉം വർഷങ്ങൾ പഴക്കമുള്ള ഇത് ഒരു ഹലാലയുടെ 50 പീസാണ്. ഇതിവിടെ സെയിൽസിന് വെച്ചിട്ടുള്ളതാണ്, വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഒരു ഹലാലയുടെ ഇതാണ് ഈ കാണുന്നത്. അതുപോലെ അതിനേക്കാൾ കൂടുതൽ വർഷം 100-200 വർഷം പഴക്കമുള്ള കോയിൻസുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫോട്ടോസുകൾ നമ്മുടെ ഈ പുറകിൽ കാണുന്നതെല്ലാം. നാണയങ്ങളും കറൻസികളും മാത്രമല്ല, സ്റ്റാമ്പുകളുടെ വൻ ശേഖരവും പ്രദർശനത്തിനെത്തി. ഓരോ സ്റ്റാമ്പും ഓരോ ചരിത്രമാണ് പങ്കുവച്ചത്. 190ഓളം രാജ്യങ്ങളിൽ നിന്നുമുള്ളവയാണ് ഇവയെല്ലാം. ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുർആൻ, ലോകത്തിലെ ഏറ്റവും ചെറിയ ബൈബിൾ, 100ൽ കൂടുതൽ രാജ്യങ്ങളുടെ ത്രികോണ സ്റ്റാമ്പുകൾ, 50ലധികം രാജ്യങ്ങൾ പുറത്തിറക്കിയ മഹാത്മാഗാന്ധിയുടെ സ്റ്റാമ്പുകൾ, 400ൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്തിറക്കിയ 1 രൂപ നാണയം അത്യപൂർവ കാഴ്ച. ഓട്ടണയും ഒരണ, 2 അണ തുടങ്ങി 10, 50, 100, 150 രൂപയുടെ നാണയങ്ങളുമുണ്ട്. നാണയങ്ങളും കറൻസികളും ശേഖരിക്കാനും അവ വിൽക്കാനും കൂടിയുള്ള അവസരമാണ് അന്താരാഷ്ട്ര പ്രദർശനം. ഇതിനായി പ്രത്യേക ലേലവും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. താല്പര്യമുള്ളവർക്ക് അപൂർവ വസ്തുക്കൾ ലേലത്തിൽ വിൽക്കാനും അത് കയ്യിലില്ലാത്തവർക്ക് സ്വന്തമാക്കാനും അവസരം. I have the stamps and the banknote and coins. The special stamps today, the name with Gaza. This is the stamps and all the name in Arabic Gaza Sumut 2023. പഴമയ്ക്കൊപ്പം പുതുമ കൂടി ചേർന്നതായിരുന്നു മേള. വിവിധ രാജ്യങ്ങളിലെ ഏറ്റവും നവീനമായ നാണയങ്ങളുടെ കറൻസികളും പ്രദർശനത്തിനെത്തി. പേപ്പർ കറൻസിക്ക് പകരം പല രാജ്യങ്ങളും നടപ്പാക്കുന്ന പ്ലാസ്റ്റിക് കറൻസികളും മേളയിൽ കാണാം. ഒരു കറൻസിക്ക് മാത്രം 45,000 മുതൽ 50,000 സൗദി റിയാൽ വരെ വില വരുന്നവയും ഇക്കൂട്ടത്തിലുണ്ട്. അപൂർവമായി മാത്രം ലഭിക്കുന്ന പഴയ കറൻസികൾക്കാണ് കൂടുതൽ വില. സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ളവർക്കൊപ്പം GCC രാജ്യങ്ങളിൽ നിന്നും യമൻ അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രദർശകരും സന്ദർശകരും മേളയ്ക്കെത്തി.
ഞാൻ ഖത്തറിൽ നിന്ന് വന്നതാണ്, എസ്പെഷ്യലി ഈ സൗദിയിലെ എക്സിബിഷന് വേണ്ടി. ഞാനൊരു നോട്ട്, പഴയ നോട്ട് ചെക്ക് ചെയ്യാൻ വന്നതായിരുന്നു. അത് കിട്ടിയപ്പെടുന്നത് 953 അഷ്റ ബൈദ എന്ന് പറയും. അതായത് സൗദിയിലെ ഫസ്റ്റ് നോട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നോട്ടുകളായിരുന്നു ഗൾഫിൽ ആദ്യം ഉപയോഗിച്ചത് 957 മുതൽ 65 വരെ. ഇന്ത്യൻ്റെ 1, 5, 10, 100 ആ നോട്ട് ഇവിടെ ഓപ്ഷനിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. 1000 വർഷം പഴക്കമുള്ള വിശുദ്ധ ഖുർആന്റെ പതിപ്പും മേളയിലെ അപൂർവ കാഴ്ചയായി. സ്വർണ്ണ ലിപികളിൽ എഴുതിയ പഴയ ഖുർആനും പ്രദർശനത്തിലെ ആകർഷകമായി. റിയാദിലും ജിദ്ദയിലുമായാണ് എല്ലാ വർഷവും പ്രദർശനം സംഘടിപ്പിക്കുക. പ്രവേശനം സൗജന്യമാണ്. ഇന്ത്യയിൽ നിന്നടക്കമുള്ള വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ള സ്റ്റാമ്പുകളും അതുപോലെ തന്നെ നാണയങ്ങളും ഒരുപാട്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരുപാട് ശേഖരങ്ങൾ ഇവിടെ കാണാൻ പറ്റി. എൻ്റെ കയ്യിലുള്ളത് 1000 വർഷം പഴക്കമുള്ള മുസാഫ് ഖുറാനാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഉടമ എന്ന് പറഞ്ഞത് ബുറൈദയിലുള്ള അബുവാദിൻ്റെ കൈമേലുള്ളത്. മാഷാ അല്ലാ, ഫുള്ള് തൊലിനെ കൊണ്ട് ഉണ്ടാക്കിയ മുസാഫാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സ്വാഭിമാരൊക്കെ ഉള്ള കാലത്തുള്ള ഒരു മുസാഫാണ്. ബുറൈദയിലുള്ള ഈ അബുവാദിൽ ഇവിടെ ജിദ്ദയിലുള്ള എക്സിബിഷന് വന്നപ്പോൾ അതിൽ കണ്ടതാണ്. മാഷാ അല്ലാ, വ്യത്യസ്ത രാജ്യങ്ങളുടെ, അതായത് ഇന്ത്യയുടെയും വിവിധ രാജ്യങ്ങളുടെ പഴയകാല സ്റ്റാമ്പുകൾ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ വിവിധ പുതിയതും പഴയതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകം പറഞ്ഞാൽ ഫ്രീ എൻട്രി ആണെന്നുള്ളതാണ്. കണ്ടു മറക്കുന്നതിനേക്കാൾ കാലവും ചരിത്രവും ഓർമ്മപ്പെടുത്തി കടന്നുവന്ന കാലം രേഖപ്പെടുത്തി തരികയാണ് മേള. കുട്ടികളിലും മുതിർന്നവരിലുമെല്ലാം ഇങ്ങനെയൊരു കാലം നമുക്കുണ്ടായിരുന്നുവെന്ന അത്ഭുതം നിറഞ്ഞ ഓർമ്മപ്പെടുത്തൽ. അറേബ്യൻ സ്റ്റോറീസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ കഥകളും ജീവിത കാഴ്ചകളുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.